ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രോൺസ് കോക്കനട്ട് ഫ്രൈ ആണ്. നമ്മൾ അതിനായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് ഒരു 10-15 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്ത് നമ്മൾ ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലൈറ്റായിട്ട് മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഓയിലിൽ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല റെഡിഷ് കളറായിട്ട് ഇത് കിട്ടും. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള കോക്കനട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, വെളുത്തുള്ളി, ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഉണക്കമുളകും കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ നമ്മളിതിലേക്ക് സവാള, മീഡിയം വലുപ്പത്തിലുള്ള വളരെ ചെറിയ സവാളയാണ്. സവാളയുടെ പകുതി പീസായാലും മതിയാവും. നമുക്ക് ഇത്രയും പ്രോൺസ് ചെയ്യാനായിട്ട് അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഇതൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒനിയനെല്ലാം നല്ല രീതിയിൽ സോട്ടായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 1/4 ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് കൂടി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് അല്പം ഫിഷിൻ്റെ സ്റ്റോക്കോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാലയെല്ലാം ശരിക്കും ആ പ്രോൺസിൽ കോട്ടിങ് പോലെ വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ അല്പം തേങ്ങാപ്പാനം ഒഴിച്ചു കൊടുക്കുന്നത്. അല്ല, ഇതിലേക്ക് വേണമെങ്കിൽ ഫിഷിൻ്റെ ഏതെങ്കിലും ഗ്രേവി ഇനി ഒഴിച്ചാലും നല്ല കോട്ടിങ്ങോട് കൂടി ഇത് വരും. ഡ്രൈ ആയാലും നമുക്ക് ജസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ അംശമുള്ള എന്തെങ്കിലും ഫിഷ് കറിയുടെ ഗ്രേവിയോ തേങ്ങാപ്പാലോ എന്തെങ്കിലും എടുത്ത് നമുക്ക് ലോസ് ചെയ്യാവുന്നതാണ്.